മലേഷ്യയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമായിരുന്നു. കോലാലംപൂരിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കൂടി ഞങ്ങൾക്ക് ലങ്കാവി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ലങ്കാവിൽ നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എയർപോർട്ട് നിറയെ കുറേ ഫൈറ്റർ ജെറ്റ്സും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു, ഒരു എയ്റോസ്പേസ് എക്സിബിഷൻ. ഒരു 4 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു ഇത്. ഏകദേശം ഒരു 23 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുവരെ ടി വിയിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഷോ ശരിക്കും നേരിട്ട് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയതുപോലെ തോന്നി. ലങ്കാവിൽ നിന്ന് കോലാലംപൂരിലേക്ക് ഏകദേശം ഒരു 1 hour ഫ്ലൈറ്റ് ജേർണിയാണുള്ളത്. നല്ല ചീപ്പ് റേറ്റിലാണ് ഈ ഫ്ലൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 1300 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പം മലേഷ്യയിൽ വരുന്നവർ ഒരിക്കലും ഈ ഒരു ലങ്കാവി ഐലൻഡ് മിസ് ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇവിടുത്തെ ഏകദേശം ഒരു 1 hour ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ഹോട്ടൽ വരുന്നത്. KL സിറ്റി സെൻറ്ററിലാണ്. അത് ഒട്ടുമിക്ക ടൂറിസ്റ്റ് അട്രാക്ഷൻസും അതിൻ്റെ ആ ഒരു പ്ലേസിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേ അവിടേക്ക് ബുക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ബസ്സിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 രൂപ ഒരാൾക്കാവും. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായതുകൊണ്ട് തന്നെ ഗ്രാബ് ടാക്സിക്ക് നമുക്ക് ആയിട്ടുണ്ടായിരുന്ന ഒരു 1200 രൂപയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ശരിക്കും ഒരു ലക്ഷറി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. 2 റൂമായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം 22nd ഫ്ലോറിലും ഒരെണ്ണം 20th ഫ്ലോറിലും ആയിരുന്നു. ഇവിടുത്തെ ലിഫ്റ്റിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആക്സസ് കാർഡ് വെച്ച് മാത്രമേ നമുക്ക് ഇതിനകത്ത് ഫ്ലോർ ഏതാണെന്നുള്ളത് പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമുക്ക് മറ്റ് ഫ്ലോറിലേക്കൊന്നും ആക്സസ് ഉണ്ടാവില്ല. ഇതാണ് കേട്ടോ നമ്മളുടെ റൂം. സിറ്റി വ്യൂ ഉള്ള റൂം തന്നെയായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഞാൻ കാണിക്കാം. റൂമിൽ നിന്നുള്ള സിറ്റിയുടെ നൈറ്റ് വ്യൂ ആണിത്. ആ ലൈറ്റ്സൊക്കെ ആയിട്ട് KL ടവറും ട്വിൻ ടവറും ഒക്കെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നും. പക്ഷേ നമുക്ക് അധികം ടൈം അവിടെ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. ഇത് ഈ ഹോട്ടലിലെ 39th ഫ്ലോറിലുള്ള സ്കൈ ഗാർഡൻ ആണ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ശരിക്കും റൂമിൽ സിറ്റി വ്യൂ നമ്മുടെ വിൻഡോയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു സ്കൈ ഗാർഡൻ കണ്ടപ്പോഴത്തേക്കിന് എനിക്കൊന്നും പറയാൻ പോലും പറ്റില്ല. അതുപോലത്തുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ റൂഫ് ടോപ്പിലുള്ള പൂള്. ഇൻഫിനിറ്റി പൂളാണ്. ഇവിടെ നിന്നും നമുക്ക് മനോഹരമായ സിറ്റിയുടെ വ്യൂ ആണ് കിട്ടുന്നത്. ഈ ലക്ഷറി ഫെസിലിറ്റീസും ഈ അമേസിങ് ആയിട്ടുള്ള വ്യൂസും ഒക്കെ വെറും 1000 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതെ, അഗോഡ വഴി ഈ ഒരു ഹോട്ടൽ റൂം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 2300 രൂപയ്ക്കാണ്. 2 ഷെയറിംഗ് ആണ്. ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള 5 സ്റ്റാർ അക്കോമഡേഷൻസ് ഒക്കെ നല്ല ചീപ്പ് റേറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും.
എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയായി ബഡ്ജറ്റ്, എങ്ങനെയാണ് നിങ്ങൾ പോയത്, ഏതെങ്കിലും ടൂർ പാക്കേജ് വഴിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ പാക്കേജ് എടുത്തിട്ടില്ല, നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു 29,000 രൂപയ്ക്ക് മലേഷ്യയിൽ പോകാമെന്ന്. ശരിക്കും നിങ്ങൾക്ക് മലേഷ്യയിൽ മാത്രമല്ല ലങ്കാവിയിലും കൂടെ ഈ ഒരു 29,000 രൂപയ്ക്ക് പോകാനായിട്ട് പറ്റും. നമ്മളായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് പോകണമെന്ന് മാത്രം. 2026 വരെ ഇന്ത്യൻസിന് മലേഷ്യയിൽ വിസ ഇല്ലാതെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള ഐറ്റിനറി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതിയേ. ഇവിടെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ രാത്രിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു സൺസെറ്റ് വ്യൂവും നൈറ്റ് വ്യൂവും ഒക്കെ കാണാനായിട്ട് പറ്റി. ഏകദേശം ഒരു 7:30 ഞങ്ങൾ ഈ ഒരു പൂളിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ ശരിക്കും പെട്രോണാസ് ടവറും പിന്നെ അതുപോലെ ബുക്കിറ്റ് പിങ്ടാങ് സ്ട്രീറ്റും ഒക്കെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം പൂളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്രോണാസ് ടവറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ. ബൈ ബൈ.